കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു വസ്തു കണ്ടെത്തി. മറ്റൊരു ശവശരീരം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പള്ളിയിലെ വികാരി അച്ഛനും കൈക്കാരനും പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങിന് വേണ്ടി കല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കിയ മൃതശരീരത്തെ കൂടാതെ പുൽപ്പായയിൽ പൊതിഞ്ഞ രീതിയിൽ മറ്റൊരു വസ്തു കൂടി കണ്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരി പോലീസിൽ പരാതി നൽകി. ഇങ്ങനൊരു വസ്തു കല്ലറയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാർ 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ ആ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. അതുപ്രകാരം അവരത് കൃത്യമായിട്ട് നടത്തി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപത എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം എല്ലാവരും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയതിന് ശേഷം അന്ന് തന്നെ നമ്മുടെ സിമിത്തേരി ഗ്രില്ല് ചുറ്റും അടവുള്ള സിമിത്തേരിയാണ്, ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിന് ശേഷം കൈക്കാരന്മാർ 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. കല്ലറയിൽ നിലവിൽ കല്ലറയിൽ 2 പേരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രജിസ്റ്റർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ സംഭവം പുറത്തറിഞ്ഞത് നാട്ടുകാരന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ ആണെന്നും പറയുന്നു. ദുരൂഹത തോന്നിയപ്പോൾ പോസ്റ്റ് ഇട്ടതാണെന്ന് നാട്ടുകാരൻ ജിൽസ് ഉണ്ണിമാക്കൽ പറഞ്ഞു. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 3-4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കടയിൽ പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നു എന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. പള്ളിയാണ് പോലീസിനെ വിവരം അറിയിച്ചത് എന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറയുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യാറില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ആണോ എന്നും സംശയമുണ്ടെന്നും വികാരി പറഞ്ഞു. 2015-ൽ 2 മൃതദേഹങ്ങൾ ഈ കല്ലറയിൽ അടക്കം ചെയ്തതായും വികാരി പറയുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും വികാരി വ്യക്തമാക്കി. ഷക്കൈന ന്യൂസ്, കണ്ണൂർ.